إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും പുണ്യകരമായ അറഫ ദിവസത്തിലാണ് അൽഹംദുലില്ലാഹ് നമ്മളുള്ളത്. ഒരുപാട് പ്രത്യേകതകളും പവിത്രതകളും ഈ ഒരു ദിവസത്തിനുള്ളതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജിൽ വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം എന്ന ആയത്തിന്റെ വ്യാഖ്യാനമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് യൗമുൽ മഷ്ഹൂദ്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് യൗമു അറഫ, അത് അറഫ ദിവസമാകുന്നു എന്നാണ്. വശാഹിദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൽ ജുമുഅ ആകുന്നു എന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളിയാഴ്ച ദിവസവും അറഫ ദിവസവുമാണ്.
ഏറ്റവും പവിത്രമായ ഒരു ദിവസമാണ് ഇത്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ. 10 രാത്രികൾ തന്നെയാണ് സത്യമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ്. വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യമെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം പല വ്യാഖ്യാനങ്ങളിൽ വ്യാഖ്യാനമായി മഹാനായ സ്വഹാബി റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ തലവനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് വശഫ്ഉ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൻ നഹർ, ബലി അറുക്കുന്ന ദിവസമാണ്, അഥവാ ഈദുൽ അദ്ഹയാണ് ഉദ്ദേശിക്കുന്നത്. വൽ വത്ർ, ഒറ്റ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമു അറഫ, അറഫ ദിവസമാകുന്നു എന്നതാണ്. അങ്ങനെയുള്ളൊരു ദിവസത്തിലാണ് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലൊരു ദിവസമെന്ന നിലക്ക് പവിത്രതയുണ്ട്. പവിത്രമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളിലെ ഒരു ദിവസമെന്ന നിലക്ക് ഈ ദിവസത്തിന് പവിത്രതയുണ്ട്. ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഒരു ദിവസമെന്ന നിലക്ക് ഈ അറഫ ദിവസത്തിന് പവിത്രതയുണ്ട്. അതിലപ്പുറം അറഫ ദിവസത്തിന് പ്രത്യേകമായ മഹത്വങ്ങളുള്ളതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നുണ്ട്. അറഫ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ പൂർത്തിയാക്കിക്കൊണ്ട് ആയത്തിറക്കിയത്. ഒരിക്കൽ യഹൂദിയായ ഒരു മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ, നിങ്ങളുടെ കിതാബിൽ ഒരു ആയത്തുണ്ട്, നിങ്ങളത് പാരായണം ചെയ്യുന്നു. ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. ആ ആയത്തെങ്ങാനും യഹൂദി സമൂഹങ്ങൾക്കായിരുന്നു ഇറക്കപ്പെട്ടിരുന്നെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷ ദിവസമാക്കുമായിരുന്നു എന്നാണ്. റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അയ്യു ആയ, ഏതാണ് ആ ആയത്ത്? യഹൂദി പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്ത് ഈ ജൂതൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം വൽ മകാന അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ ഖായിമുൻ ബിഅറഫത യൗമ ജുമുഅ. ഞങ്ങൾക്കറിയാം ആ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ ദിവസം അറഫയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോ ഒരു വെള്ളിയാഴ്ച ആ സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നാണ്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മാനവ സൗഹാർദ്ദത്തിന്റെ, മാനവ ഐക്യത്തിന്റെ സകല വാതായനങ്ങളും തുറന്നു കൊടുക്കുന്ന, എല്ലാ അർത്ഥത്തിലും ഓരോരുത്തർക്കുമുള്ള അവകാശങ്ങളെപ്പറ്റി കൃത്യമായി ശബ്ദിച്ച, ഏകനായ അല്ലാഹുവിനെ ആരാധിക്കണമെന്നത് മുതൽ ഓരോ വിഷയങ്ങളും കൃത്യമായി പരാമർശിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച അവിടുത്തെ ഖുതുബത്തുൽ വദാ, അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗം, അത് ചരിത്ര പ്രസിദ്ധമാണ്. അത് അറഫ ദിവസമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഒരുപാട് വിഷയങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഖുതുബയിലൂടെ ജനങ്ങളോട് പറഞ്ഞു. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കുക, ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞു തരാം. ഫഇന്നി ലാ അദ്രി
ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഇതിനുശേഷം ഒരു വർഷം നിങ്ങളുമായി പിന്നീട് ഞാൻ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫ പ്രഭാഷണം നിർവഹിച്ചു. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് കുല്ലുക്കും ലിആദം വ ആദമു മിൻ തുറാബ്. ജനങ്ങളെ, നിങ്ങളുടെ റബ്ബ് ഒരു റബ്ബാണ്. നിങ്ങൾ ഏകപിതാവിന്റെ സന്തതികളാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങൾ ആദമിൽ നിന്നുള്ളവരാണ്. വ ആദം മിൻ തുറാബ്, നിങ്ങളുടെ ഉപ്പ ആദം മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലൈസ ലി അറബിയിൻ ഫദ്ലുൻ അലാ അജമി ഇല്ലാ ബിതഖ്വ, അറബിക്ക് അനറബിയേക്കാൾ യാതൊരു സ്ഥാനവുമില്ല തഖ്വ കൊണ്ടല്ലാതെ. വലാ ലി അബിയദ അലാ അസ്വദ് ഇല്ലാ ബിതഖ്വ, കറുത്തവനേക്കാൾ വെളുത്തവനായ ആൾക്ക് ഒരു സ്ഥാനവുമില്ല തഖ്വ കൊണ്ടല്ലാതെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയർ ഏറ്റവും തഖ്വയുള്ള ആളുകളാകുന്നു. എല്ലാ രൂപത്തിലുമുള്ള വംശീയതയുടെയും വർണ്ണവെറിയുടെയും അടിവേരറുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച പ്രഭാഷണമാണ് അറഫ പ്രസംഗം എന്ന് പറയുന്നത്. അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വ അഅറാദക്കും വ അംവാലക്കും ഹറാമുൻ അലൈക്കും ഇലാ അൻ തൽഖൗ റബ്ബക്കും. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് പവിത്രമാണ്. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതുവരെ ഒരാളുടെയും രക്തം അന്യായമായി ചിന്താൻ പാടില്ല. ഒരാളുടെയും ധനം അന്യായമായി കവർന്നെടുക്കാൻ പാടില്ല. ഒരാളുടെയും അഭിമാനത്തെ ക്ഷതപ്പെടുത്തരുത്. ഏതുപോലെ കഹുറുമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ, ഈ ഒരു ദിവസത്തിന്റെ പവിത്രത പോലെ, ആ ദിവസം പവിത്രമായ ദിവസമാണ്. ഈ ഒരു നാടിന്റെ പവിത്രത പോലെ, ഈ ഒരു ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ ഒക്കെയും നിങ്ങളുടെ അഭിമാനവും രക്തവും സമ്പത്തും വിശുദ്ധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ കൈവശം ആരുടെയെങ്കിലും അമാനത്തുകളുണ്ടെങ്കിൽ, സൂക്ഷിപ്പ് സ്വത്തുക്കളുണ്ടെങ്കിൽ അതതിന്റെ അവകാശികൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കണം. ജാഹിലിയത്തിന്റെ എല്ലാ ദുരാചാരങ്ങളെയും ഞാനിതാ ഇവിടെ കുഴിച്ചുമൂടുന്നു. എല്ലാ പലിശ ഇടപാടുകളും ഇതാ ഇവിടെ ഞാൻ ചവിട്ടിത്താഴ്ത്തുന്നു. നിങ്ങൾക്കിനി മൂലധനം മാത്രമേ അവകാശമായിട്ടുള്ളൂ. നിങ്ങൾക്ക് പലിശ ഹറാമാണ്. ആദ്യമായി കിട്ടാനുള്ള പലിശ ഞാൻ എഴുതി തള്ളുന്നത് എന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റേതാണ്. മനസ്സിലാക്കണം, കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. തന്റെ കുടുംബം ആർക്കെങ്കിലും പലിശ കൊടുക്കാനുള്ളത് കൊണ്ട് പലിശ നിഷിദ്ധമാക്കിയതല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിധി ജനങ്ങളോട് കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് എന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ ഇനി ആരും പലിശ കൊടുക്കേണ്ടതില്ല, പലിശയുടെ ഇടപാടിത ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ജാഹിലിയത്തിൽ അവർക്ക് പരസ്പരമുണ്ടായിരുന്ന എല്ലാ പ്രതികാര നടപടികളെയും ഞാനിതാ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്നാമതായി ഞാൻ ദുർബലപ്പെടുത്തുന്നത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹാരിസിന്റെ മകൻ റബീഅയുടെ പ്രതികാരമാകുന്നു എന്ന് പറഞ്ഞ് അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തലാക്കുകയാണ് ചെയ്തത്. അയ്യുഹന്നാസ് ഇന്ന ലിനിസാഇക്കും അലൈക്കും ഹഖ്ഖാ, ജനങ്ങളെ, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ ഭാര്യമാർ, അവരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അവരോട് നിങ്ങൾക്ക് ചില കടമകളുണ്ട്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ അവരെ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ വിഷയത്തിൽ ഒരു കരാറ് പറഞ്ഞുകൊണ്ടാണ്, അള്ളാഹുവിന്റെ വാചകം കലിമത്ത് ഉച്ചരിച്ചുകൊണ്ടാണ് അവർ നിങ്ങൾക്ക് അനുവദനീയമായത്. ഒരാളുടെ മകളെ അയാൾ നിങ്ങൾക്ക് വിവാഹം കഴിച്ചെന്നത് അള്ളാന്റെ നാമത്തിൽ നിങ്ങളുടെ അടുത്തൊരു കരാറിന്റെ ഭാഗമായിട്ടാണ്.
അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. ഇത്ര കൃത്യമായ ഉപദേശങ്ങളാണ്. ഫഅലൈക്കും റിസ്ഖുഹുന്ന വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്. അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള ഉപജീവനം, അവർക്കുള്ള വസ്ത്രം, അതൊക്കെ നിങ്ങളുടെ കടമയാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീകളെ, നിങ്ങളുടെ ഭർത്താവ് ഇഷ്ടപ്പെടാത്ത ഒരാളെയും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രവേശിപ്പിക്കരുത്. അങ്ങനെ ഓരോ വിഷയങ്ങളും കൃത്യമായ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു. ചോദിച്ചു, ജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ ഇത് എത്തിച്ചു തന്നിട്ടില്ലയോ? അവർ പറഞ്ഞു, അതേ നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ് എന്നാണ്. ഒരുപാട് വിഷയങ്ങൾ ഈ ഖുതുബയിലുണ്ട്. പ്രധാനപ്പെട്ട ചിലത് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ചരിത്ര പ്രസിദ്ധമായ ഖുതുബ നിർവഹിച്ചത് അറഫ ദിവസമാകുന്നു. മാത്രവുമല്ല, നമുക്കറിയാം അറഫ നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. ഇതിന്റെ പ്രത്യേകതയാണ്, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ പാപം പൊറുക്കപ്പെടും. അതിന്റെ അർത്ഥം എന്താ? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ പാപങ്ങൾ ഏതെന്ന് അറിയാം, അതൊക്കെ പൊറുക്കപ്പെടും. വരാനിരിക്കുന്ന ഒരു വർഷം അതിന്റെ വ്യാഖ്യാനമായി ചില പണ്ഡിതന്മാര് പറഞ്ഞത്, അടുത്തൊരു വർഷം തെറ്റുകൾ ചെയ്യാതെ അള്ളാഹു നമ്മെ സംരക്ഷിക്കും. ഇനി വല്ല അബദ്ധവും പറ്റിയാൽ, തെറ്റ് പറ്റിയാൽ പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സും അള്ളാഹു നമുക്ക് നൽകും. പാപത്തിൽ നിന്നൊരു സുരക്ഷിതത്വം ലഭിക്കാൻ അറഫ നോമ്പ് കാരണമായി തീരുമെന്നാണ്. മാത്രവുമല്ല, നബി പറഞ്ഞു, ഖൈറുദ്ദുആഇ ദുആഉ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫ ദിവസത്തിലെ ദുആ ആകുന്നു. പ്രാർത്ഥിക്ക ധാരാളം അല്ലാഹുവോട്. ഈ അറഫ ദിവസത്തിലെ സമയം ധാരാളമായി ആത്മാർത്ഥമായി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥിക്കുന്നവരെയാണ് അല്ലാഹ്ക്ക് ഇഷ്ടം. മല്ലം യസ്അലില്ലാഹ യഗ്ളുബു അലൈഹി, പ്രാർത്ഥിക്കാത്തവരോട് അല്ലാഹു കോപിക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുന്നത്. ധാരാളമായി റബ്ബിനോട് പ്രാർത്ഥിക്കുക. ദുനിയാവിന്റെ വിഷയവും പ്രാർത്ഥിക്കുക, പരലോകത്തെ വിഷയവും പ്രാർത്ഥിക്കുക. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റ് നബിമാരുമെല്ലാം അറഫ ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയായിക്കൊണ്ട് കാണുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാകുന്നു എന്നാണ്. അപ്പൊ ധാരാളമായിക്കൊണ്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കാളിയുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാകുന്നു ആധിപത്യമുള്ളത്, അവനാകുന്നു സകല സ്തുതിയും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ഈ അറഫ ദിവസം ധാരാളമായി ദുആ ചെയ്യുക, ഖുർആൻ പാരായണം ചെയ്യുക, നന്നായി സ്വതക്ക നിർവഹിക്കുക, എല്ലാവിധ നന്മകളും കൂടുതലായി വർദ്ധിപ്പിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏറ്റവും പവിത്രമായ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ ദുആ അധികരിപ്പിക്കുക. മാത്രവുമല്ല, ഏറ്റവും അധികം ആളുകളെ നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന ദിവസമാണ് യൗമു അറഫ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ ദാസന്മാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. നരകമോചനം തേടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുക, റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. ദുനിയാവിന്റെ വിഷയത്തിൽ മാത്രം പ്രാർത്ഥന ഒതുങ്ങിയാൽ പോരാ. ഓരോ വിഷയവും, ഖബറിൽ ചോദ്യമുണ്ടാവും, അതിന് ഉത്തരം ലഭിക്കാൻ, ഖബറിൽ സ്ഥൈര്യം നൽകാൻ, ഹിസാബ് എളുപ്പമാകാൻ,
അതുപോലെ തന്നെ സ്വർഗം ലഭിക്കാൻ, സ്വർഗത്തിലെ ജന്നാത്തിൽ ഫിർദൗസിനെ ലഭിക്കാൻ ഒക്കെ നമ്മൾ തേടുക. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അടുത്തൊരു വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളോട് അഭിമാനം പറയുന്ന ദിവസമാണ് യൗമു അറഫ. ഇന്നല്ലാഹ അസ്സ വജല്ല യുബാഹിയൽ മലായികത ബി അഹ്ലി അറഫാത്ത്. അറഫ ദിവസത്തിലെ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല തന്റെ മലക്കുകളോട് അഭിമാനം പറയും. ഉൻദുറു ഇലാ ഇബാദി ശുഅസൻ ഉബ്റാ. എന്റെ ദാസന്മാരെ നിങ്ങൾ നോക്കുക, ജടപിടിച്ച മുടിയുമായി, ജടപിടിച്ച ശരീരവുമായി, പൊടിപിടിച്ച വസ്ത്രവുമായിട്ടൊക്കെ അവർ വന്നത് നിങ്ങൾ നോക്കുക എന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. മാത്രവുമല്ല, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ് അറഫ. അൽ ഹജ്ജു അറഫ എന്നാണ്. ഇത്രയും പവിത്രതയുള്ള ഒരു ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് മനസ്സിലാക്കി ഈ ഒരു ദിവസം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറഫ ദിവസത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് നാളെ യൗമുൻ നഹ്റാണ്. ഒരുപാട് പേരുകളുള്ള ദിവസമാണ് ദുൽഹിജ്ജ 10. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ അറവ് നടത്തുന്ന ദിവസം. ഹാജിമാര് അറവ് നിർവഹിക്കൽ ദുൽഹിജ്ജ 10-നാണ്. ഈദുൽ അദ്ഹയുടെ ദിവസമാണ്. ബലി പെരുന്നാളിന്റെ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ യൗമുൻ നഹറും യൗമുൽ ഖറുമാകുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഇത് മാത്രമാണെന്നല്ല, അറഫാ ദിവസത്തിന്റെ പ്രത്യേകത ഉണ്ട്. അതുപോലെ ദുൽഹിജ്ജ 10-ന് പ്രത്യേകത ഉണ്ട്, ദുൽഹിജ്ജ 11-നും പ്രത്യേകത ഉണ്ട്. യൗമുൻ നഹർ, അതുപോലെ യൗമുൽ ഖർ. യൗമുൽ ഖർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11-ന്റെ ദിവസമാണ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 10-ആണ്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയാം, നമുക്ക് എല്ലാം അറിയുന്നതായിരിക്കും. ശരി, ഓർമ്മപ്പെടുത്തലാണ്. ഒന്ന്, പെരുന്നാൾ ദിവസമാണെന്നത് കൊണ്ട് തന്നെ പുതിയതോ ഉള്ളതിൽ ഏറ്റവും നല്ലതോ ആയ വസ്ത്രം ധരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നല്ല പുതിയ ഡ്രസ്സ് വാങ്ങുന്നു, പക്ഷേ ആ ഡ്രസ്സ് ഇസ്ലാമികമല്ലെങ്കിൽ പ്രിയമുള്ളവർ, അത് അപകടമാണ്. അത് ഈദ് മുസല്ലയിലേക്ക് വരുമ്പോഴാണെങ്കിലും പെരുന്നാൾ ദിവസം നമ്മൾ പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിലും എപ്പോഴും ഇസ്ലാമികമായ വസ്ത്രമായിരിക്കണം. അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ. പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഒക്കെ ചൊല്ലുക. പുതുവസ്ത്രം ധരിക്കുമ്പോൾ ധരിച്ച വ്യക്തിയെ കണ്ടാലുള്ള പ്രാർത്ഥന ചൊല്ലുക. കുളിച്ച് സുഗന്ധം പൂശിയിട്ട് ഈദ്ഗാഹിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ മഴ ആയതുകൊണ്ട് പള്ളിയിലേക്ക് വേണ്ടി വരിക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് സുഗന്ധം പൂശിപ്പോവൽ അവർക്ക് അനുവദനീയമല്ല എന്നതുകൂടി അവർ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈദുൽ അദ്ഹയുടെ ഒരു സുന്നത്ത്, ഭക്ഷണമൊന്നും കഴിക്കാതെ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? പാലിക്കുവാൻ വേണ്ടി തയ്യാറാവുക. നേരത്തെ തന്നെ ഈദ് മുസല്ലയിലേക്ക് എത്തിച്ചേരുക. തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുക. നമസ്കാരത്തിന് കാത്തിരിക്കുന്ന പുണ്യമാണ്. നമസ്കാരം കഴിഞ്ഞാൽ ഈദ് ഖുതുബ കേൾക്കുവാൻ, കൃത്യമായ രൂപത്തിൽ ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറാവുക. കഴിയുന്ന ആളുകളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഈദ്ഗാഹിലേക്ക് അല്ലെങ്കിൽ മുസല്ലയിലേക്ക് വരാൻ ശ്രമിക്കുക. തക്ബീറുകൾ ഉച്ചത്തിൽ ചെന്ന് ചൊല്ലി ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ വാഴ്ത്തുക.
പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബലിപെരുന്നാളിൽ നമുക്കറിയാവുന്നൊരു സംഗതിയാണ്, നമുക്കെല്ലാം ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട കാര്യം അവിടെ അറുക്കുക എന്നുള്ളതാണ്. അയ്യാമു തശ്രീഖിന്റെ 3-ാമത്തെ ദിവസം അഥവാ ദുൽഹിജ്ജ് 13 മഗ്രിബ് വരെ നമുക്ക് എന്ത് ചെയ്യും, അറക്കാമെങ്കിലും ഏറ്റവും നല്ലത് പെരുന്നാളിന്റെ അന്ന് തന്നെ അറക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെയും സൗകര്യം പൂർവ്വം ചെയ്യാവുന്നതാണ്, അനുവദനീയമാണ്. പക്ഷെ ഏറ്റവും പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഹദീസിൽ കാണാം, സ്വല്ല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ നഹർ ثم ഖതബ ثم ദബഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമുൻ നഹറിൽ അഥവാ ബലിപെരുന്നാളിൽ നിസ്കരിക്കും, ഖുതുബ നിർവഹിക്കും, പിന്നീട് ഉടൻ തന്നെ എന്ത് ചെയ്യും, ബലികർമ്മം നിർവഹിക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഒന്ന്, ബലികർമ്മം നിർവഹിക്കുന്ന സമയത്ത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു വിഷയം, ഒന്ന്, ബലിമൃഗത്തിൻ്റെ അറക്കുന്നതിന് മുമ്പ് കൃത്യമായ മൂർച്ച കൂട്ടിയിട്ടായിരിക്കണം നമ്മൾ ആ മൃഗത്തെ അറുക്കേണ്ടത്. നബി പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വൈദാ ദബഹ്തും ഫഅഹ്സിനുൽ ദബ്ഹ്. നബി പറയാണ്, നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ അറുക്കണം. ഫൽയുഹദ്ദ അഹദുക്കും ശഫ്റതഹു ഫൽയുരിഹ് ദബിഹതഹു. നിങ്ങളൊരാൾ തന്റെ ആയുധം മൂർച്ച കൂട്ടുകയും എന്നിട്ട് മൃഗത്തിന് ആശ്വാസം നൽകുകയും ചെയ്തു കൊള്ളട്ടെ. ഒരിക്കൊരാള് ആടിനെ മലർത്തി കിടത്തിയിട്ട് അതിനെ അറക്കാൻ നോക്കുകയാണ്, പക്ഷെ എന്നിട്ടാണ് കത്തി മൂർച്ച കൂട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നിനക്ക് ആദ്യം കത്തി മൂർച്ച കൂട്ടിയിട്ട് പോരായിരുന്നു അതിനെ അറക്കാൻ വേണ്ടി കെടുത്തൽ എന്നാണ്. കൃത്യമായ രൂപത്തിൽ അതിനോട് കരുണ കാണിക്കണമെന്നാണ്. ബലിമൃഗത്തെ ആദരിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതചിഹ്നത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ ബലി അറുക്കുമ്പോൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നത് കൂട്ടമായി നിന്നിട്ട് തക്ബീർ ചൊല്ലുന്ന കാഴ്ചയാണ്. ശരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അങ്ങനെയല്ല. ബലി അറുക്കുമ്പോൾ എല്ലാവരും കൂടി കൂട്ടമായി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തക്ബീർ ചൊല്ലലല്ല രീതി, മറിച്ച് ബലി അറുക്കുന്നയാൾ ബിസ്മില്ലാഹ് വല്ലാഹു അക്ബർ ഹാദാ മിൻക വലക എന്ന് പറയലാണ്. മിനിമം ബിസ്മില്ലാ എന്നെങ്കിലും പറയാം, നിർബന്ധമായിട്ട് പറയാം. പിന്നെ സുന്നത്താണ് അല്ലാഹു അക്ബർ, അല്ലാഹു ആകുന്നു വലിയവൻ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക്, അല്ലാഹുമ്മ ഹാദാ മിൻക വലക്. പഠിക്കാൻ എളുപ്പ, അല്ലാഹുമ്മ ഹാദാ മിൻക വലക്. ഇത് പറയാന്നുള്ളതാണ്. അല്ലാഹുവേ, ഇത് നിന്നിൽ നിന്നാണ്, ഇത് നിനക്കുള്ളതാണ്. അള്ളാഹിന്റെ പ്രീതിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. രക്തമോ അതിന്റെ മാംസമോ അല്ല അള്ളാഹുവിന് ആവശ്യം, അള്ളാഹുവിലേക്ക് എത്തൽ. പക്ഷെ നിങ്ങളെ തഖ്വയാണെന്ന് അള്ളാഹ് പറഞ്ഞത്. അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ച് തഖ്വയോടുകൂടി അതറുക്കാനും അതിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കാനും ആവശ്യക്കാർക്കും പാവപ്പെട്ടവർക്കുമൊക്കെ അത് നൽകാനുമാണ്. അത് നമ്മൾ കൃത്യമായ രൂപത്തിൽ ശ്രദ്ധിക്കുക. എല്ലാ രൂപത്തിലുമുള്ള സുന്നത്തുകൾ നമ്മൾ പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങൾ ഏറ്റവും നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു തആല സമ്പൂർണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും മക്കളെ കൊണ്ടുമൊക്കെ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ സഹിക്കുന്നവരുള്ള അല്ലാഹു തആല പ്രയാസങ്ങളെല്ലാം ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا أو اخطأنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الشرك والمشركين وأذل الشرك والمشركين
ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.